So next we are discussing non-homogeneous ordinary differential equations. So here we have a second order non-homogeneous ordinary differential equation, that is y double dash plus p of x y dash plus q of x y equal to r of x. If r of x equal to 0, we say that it is homogeneous. So here r of x not equal to 0. So we can say that this is non-homogeneous because r of x, that is r of x not equal to 0. And also we can find the corresponding homogeneous differential equation. How? Look at that. The corresponding homogeneous ordinary differential equation is y double dash plus p of x y dash plus q of x y equal to 0. This is the corresponding homogeneous differential equation of 1. I am just letting this is 1 and this is 2. So then the general solution of this differential equation is y of x equal to yh of x plus yp of x. Here yh of x means the solution of the corresponding homogeneous differential equation. Actually we are finding the general solution of this non-homogeneous differential equation. So here the general solution is yh of x plus yp of x. So ഇവിടെ yh of x കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇതിന്റെ കറസ്പോണ്ടിങ് ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ ആണ് yh of x. ആൻഡ് yp of x എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ സൊല്യൂഷൻ. സോ നമുക്കൊരു എക്സാമ്പിൾ വഴി ചെയ്യാം ഇതെങ്ങനെയാണ് കാണുന്നത് എന്നുള്ളത്. സോ ഹിയർ yh of x is equal to c1y1 plus c2y2 is a general solution of 2. That is a homogeneous differential equation. So നമ്മൾ നെക്സ്റ്റ് പറയുന്നത് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമ്മൾ സോൾവ് ചെയ്യണം, എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്തെന്ന് പറയാൻ പോവുകയാണ്. സോ അതിനുള്ള ഫസ്റ്റ് മെത്തേഡാണ് മെത്തേഡ് ഓഫ് അൺഡിറ്റർമൈൻഡ് കോഎഫിഷ്യൻസ്. മെത്തേഡ് ഓഫ് അൺഡിറ്റർമൈൻഡ് കോഎഫിഷ്യൻസ്. സോ നമുക്കൊരു പ്രോബ്ലം വെച്ചിട്ട് ചെയ്യാം ഇതെങ്ങനെയാണ് കാണുന്നത് എന്നുള്ളത്. സോ ഫൈൻഡ് the general solution of y double dash plus 3y dash plus 2y equal to 30 e raised to 2x. So now we want to find the general solution of this given non-homogeneous ordinary differential equation. So നമ്മൾ ആദ്യം ചെയ്യേണ്ടതാണ് general solution എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് നമ്മൾ തിയറി എഴുതി വെക്കണം. So here general solution is y of x equal to yh of x plus yp of x. So നമുക്ക് എന്ത് ചെയ്യണം? yh of x ഉം കാണണം, yp of x ഉം കാണണം. So first of all we are going to find yh of x. So for that, so to find yh of x, let y double dash plus 3y dash plus 2y equal to 0. So നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നോൺ ഹോമോജീനിയസ് ആയിരുന്നു. സോ yh of x കാണാൻ ഈ നോൺ ഹോമോജീനിയസിന്റെ കറസ്പോണ്ടിങ് ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എടുക്കുക. സോ ഇതെങ്ങനെ സോൾവ് ചെയ്യാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതെങ്ങനെ സോൾവ് ചെയ്യാം? ഇവിടെ നമുക്ക് ഓക്സിലറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉപയോഗിക്കാം, ഓക്സിലറി ഇക്വേഷൻ ഉപയോഗിക്കാം. ഇത് സോൾവ് ചെയ്യാൻ ഓക്സിലറി ഇക്വേഷൻ എങ്ങനെ ഉപയോഗിക്കാറ്? നമ്മൾ എന്ത് ചെയ്യും? y ഈക്വൽ ടു എങ്ങനെ കൊടുക്കാറ്? ഇ റൈസ് ടു എം എക്സ് അല്ലേ? y ഈക്വൽ ടു ഇ റൈസ് ടു എം എക്സ് കൊടുക്കും. സോറി, എം ലാംഡ ആണ് അല്ലേ, നമ്മൾ ഉപയോഗിച്ച ലാംഡ ആണ്. സോ y ഈക്വൽ ടു ഇ റൈസ് ടു ലാംഡ എക്സ് കൊടുക്കും. എം അല്ല, നമ്മൾ ലാംഡ ഉപയോഗിച്ചിരുന്നത്. സോ y ഈക്വൽ ടു ഇ റൈസ് ടു ലാംഡ എക്സ് കൊടുക്കും. അപ്പോൾ y ഡബിൾ ഡാഷ് കിട്ടും, y ഡാഷ് കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യും? നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും അല്ലേ? നമ്മൾ ചെയ്തതാണ്, ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്തതാണ്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ഓക്സിലറി ഇക്വേഷൻ കിട്ടും. എന്തായിരുന്നത്? Therefore the auxiliary equation is lambda square. So y double ഡാഷിന് പകരം lambda square, y ഡാഷിന്റെ അവിടെ ലാംഡ വരും. y ആണെങ്കിൽ കോൺസ്റ്റന്റ് മാത്രം വരും. സോ ലാംഡ സ്ക്വയർ പ്ലസ് 3 ലാംഡ പ്ലസ് 2 ഈക്വൽ ടു 0. ഇതൊരു ക്വാഡ്രാറ്റിക് ആണ്, നമുക്ക് സിമ്പിളായി സോൾവ് ചെയ്യാം. സോ ഇവിടെ സോൾവ് ചെയ്യുമ്പോൾ ലാംഡന്റെ വാല്യൂസ് -2 ആൻഡ് -1 ആണ് വരുന്നത്. -2 ആൻഡ് -1. സോ നമ്മുടെ സൊല്യൂഷൻ എന്ത് വരും? ഫസ്റ്റ് വൺ e raised to minus 2x. Second one e raised to minus 1x, that is minus x. So yh of x എന്ത് വരും? So yh of x equal to
So yh of x equal to c1 e raised to minus 2x plus c2 e raised to minus x. So yh of x കിട്ടി. നെക്സ്റ്റ് കാണേണ്ടതാണ് yp of x അല്ലേ? ഇവിടെയാണ് നമുക്ക് കൂടുതൽ ശ്രദ്ധിക്കാനുള്ളത്. സോ നെക്സ്റ്റ് നമുക്ക് കാണേണ്ടത് എ പെർട്ടിക്കുലർ സൊല്യൂഷൻ yp of x ആണ് കാണേണ്ടത്. സോ ഫോർ ദാറ്റ് നമുക്ക് നെക്സ്റ്റ് കാണേണ്ടത് yp of x ആണ്. yp of x കാണാൻ നമ്മുടെ r of x എന്താ നോക്കണം. ക്വസ്റ്റ്യനിൽ r of x എന്തായിരുന്നു? ക്വസ്റ്റ്യനിൽ r of x എന്താണ്? 30 e raised to 2x. 30 e raised to 2x. സോ r of x നെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് yp of x കാണുന്നത്. r of x നെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് yp of x കാണുന്നത്. സോ r of x എന്ന് പറഞ്ഞാൽ 30 e raised to 2x. സോ ആ കേസിൽ നമ്മൾ yp of x എന്ന് പറഞ്ഞാൽ ഇവിടെ 30 e raised to 2x ആയിരുന്നു. അപ്പോൾ yp of x നമ്മൾ സെലക്ട് ചെയ്യുന്നത് എ കോൺസ്റ്റന്റ് ഇൻറ്റു e raised to 2x. r of x 30 e raised to 2x ആണെങ്കിൽ yp of x എന്ന് പറഞ്ഞാൽ വരുന്നത് c e raised to 2x. Okay, c e raised to 2x. So this is yp of x. So next നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? y double dash plus 3y dash plus 2y equal to 30 e raised to x. So next ഈ yp of x ന്റെ കോൺസ്റ്റന്റ് കാണണം. നെക്സ്റ്റ് ഈ ഒരു c കാണുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. ഈ കോൺസ്റ്റന്റ് കാണണം. സോ അതിനു വേണ്ടി ചെയ്യേണ്ടത് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ഈ yp of x എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ എവിടെയൊക്കെ y ഉണ്ടോ അവിടെയൊക്കെ yp of x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്നത് ഇവിടെ y ഡബിൾ ഡാഷ് ആണ്. അപ്പോൾ yp of x ന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് കാണണം. ഇവിടെ y ഡാഷ് ആണ്. അപ്പോൾ yp of x ന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണണം. ഇവിടെ 2 into y. അപ്പോൾ ജസ്റ്റ് എന്തായി ഈ yp of x നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഈക്വൽ ടു 30 raised to x. സോ ഈ ഇക്വേഷനിൽ നമ്മൾ എന്ത് ചെയ്യണം? yp of x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ അതിനുവേണ്ടി നമ്മൾ ആദ്യം y ഡാഷ് കണ്ടു. ദാറ്റ് ഈസ് yp ഡാഷ്. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യും. നമ്മുടെ yp എന്താണ്? c e raised to x. So we want to differentiate yp of x. So we will get 2c e raised to x. c e raised to x നെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ e raised to x ന്റെ ഡിഫറൻഷ്യൽ 2 e raised to x എന്ന് വരും. സോ 2c e raised to x. സോ y ഡാഷിന് പകരം yp ഡാഷ് എഴുതാം. ഇനി നെക്സ്റ്റ് എന്താ? y double dash substitute ചെയ്യണല്ലേ? y double dash. So again we want to differentiate yp dash. So yp double dash. ഈ yp ഡാഷിനെ വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പോൾ 2c is a constant. e raised to x ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2 again. So 2 e raised to 2x എന്ന് വരും. So 2 into 2 4 എന്ന് വരും. So yp double dash എന്ന് പറഞ്ഞാൽ 4c e raised to x എന്ന് വരും. നമ്മൾ y ഡാഷ് കണ്ടു, y ഡബിൾ ഡാഷ് കണ്ടു. ഇനി ജസ്റ്റ് ഈ വാല്യൂസ് എല്ലാം ഈ ഇക്വേഷൻ നമ്പർ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ yp ഡബിൾ ഡാഷിന് പകരം 4c e raised to x. 3 into y ഡാഷ്. സോ y ഡാഷ് എന്ന് പറഞ്ഞാൽ yp ഡാഷ്. 2c e raised to x. 3 into yp ഡാഷ്. ദാറ്റ് ഈസ് 3 into yp ഡാഷ്. പ്ലസ് 2 into y. സോ 2 into y ഈക്വൽ ടു 30 e raised to x. സോ ഇവിടെ നോക്കൂ 4c e raised to x, 6c e raised to x, 2c e raised to x. സോ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് എന്ത് ചെയ്യാം? എല്ലാം ആഡ് ചെയ്യാൻ പറ്റും. എല്ലാം e raised to x ആണ്. e raised to x, e raised to x. സോ ആഡ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡ് ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? സോ വിൽ ഗെറ്റ് 12c e raised to x. ദാറ്റ് ഈസ് 4 plus 6 plus 2. ദാറ്റ് ഈസ് 12. 12c e raised to x. സോ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. കാരണം ഇവിടെ e raised to x ഉണ്ട് റൈറ്റ് സൈഡിൽ, ലെഫ്റ്റ് സൈഡിലും e raised to x ഉണ്ട്. So we want to equate these two constants. 12c equal to 30. So we will get 12c equal to 30. That is c equal to 30 by 2. What is 30 by 2? 30 by 2 is equal to in 6. So 5 by 2. So c equal to 5 by 2. c equal to 5 by 2. അപ്പോൾ yp of x എന്ത് കിട്ടി? 5 by 2 e raised to x. So that is yp of x equal to 5 by 2 e raised to x. Now general solution എന്തായിരുന്നു? yhx plus yp of x. yhx plus yp of x. So this is the general solution. Okay. So in the same manner we can find the solution of another ordinary non-homogeneous ordinary differential equation. So look at here. This is y double dash plus 6y dash plus 9y equal to 5 e raised to minus 3x.
സോ ഇവിടെ നമ്മൾ എന്താണ് നേരത്തെ കണ്ട പോലെ തന്നെ നോൺ ഹോമോജീനിയസ്. അപ്പോൾ ആദ്യം ഹോമോജീനിയസിന്റെ YH കാണണം പ്ലസ് എ പെർട്ടിക്കുലർ സൊല്യൂഷൻ YPയും കാണണം. സോ ഹിയർ ദ ജനറൽ സൊല്യൂഷൻ ഈസ് y of x equal to YH of x plus YP of x. സോ നെക്സ്റ്റ് എന്ത് ചെയ്യണം? YH കാണണം, YPയും കാണണം. സോ ഫോർ ദാറ്റ്, സോ YHS കാണാൻ തയ്യാറല്ലേ നമ്മൾ ഇതിന് കറസ്പോണ്ടിങ് ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എടുക്കണം. ഇതിന് കറസ്പോണ്ടിങ് ഹോമോജീനിയസ് എന്ന് പറഞ്ഞാൽ ഇവിടെ 0 കൊടുക്കും. സോ y double dash plus 6y dash plus 9y equal to 0. This is the corresponding homogeneous differential equation. 9y equal to 0. So next നേരത്തെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞ പോലെ നമ്മൾ ചെയ്യും, നമ്മൾ ലെറ്റ് y equal to e raised to lambda x. Let y equal to e raised to lambda x. Then we will get the auxiliary equation. What is that auxiliary equation? Lambda square plus 6 lambda plus 9 equal to 0. So this is the auxiliary equation. Lambda square plus 6 lambda plus 9 equal to 0. Solve ചെയ്യുന്നത് കിട്ടും. സോൾവ് ചെയ്യുമ്പോൾ lambda equal to എന്ത് വരും? So lambda equal to -3, -3. സെയിം റൂട്ടാണ്. അത് നമുക്ക് റിപ്പീറ്റഡ് റൂട്ടാന്ന് പറയാം അല്ലെ? റിപ്പീറ്റഡ് റൂട്ട് വരുമ്പോൾ എങ്ങനെയാണ് സൊല്യൂഷൻ വരുന്നത്? ഓർമ്മയുണ്ടോ? റിപ്പീറ്റഡ് റൂട്ട് വരുമ്പോൾ സൊല്യൂഷൻ എങ്ങനെ വരുന്നത്? സോ YH of x equal to C1 e raised to -3x. -3x വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് എന്ത് ചെയ്യും? ഒരു x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും അല്ലേ? C1 e raised to -3x. -3 തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പോൾ എന്ത് ചെയ്യും? ഒരു x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. സോ നമ്മുടെ YH of x എന്ന് പറഞ്ഞാൽ ഹോമോജീനിയസ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ C1 e raised to -3x plus C2 ഒരു x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, കാരണം സെയിം റൂട്ട് ആയതുകൊണ്ട്. x ഇൻറ്റു e raised to -3x. അപ്പോൾ YH കിട്ടി. നെക്സ്റ്റ് എന്താ കാണേണ്ടത്? YP കാണണം അല്ലേ? പെർട്ടിക്കുലർ സൊല്യൂഷൻ. അപ്പോൾ അതിന് നമ്മൾ R of x നോക്കണം. R of x നോക്കിയിട്ടാണ് YP സെലക്ട് ചെയ്യുന്നത്. R of x നോക്കിയിട്ടാണ് YP സെലക്ട് ചെയ്യുന്നത്. സോ ഇവിടെ R of x എന്താണ്? 5 e raised to -3x. അപ്പോൾ YP of x എന്ത് വരും? എ കോൺസ്റ്റന്റ് ഇൻറ്റു e raised to -3x അല്ലേ? സോ നമ്മൾ എഴുതും YP of x equal to എ കോൺസ്റ്റന്റ് ഇൻറ്റു e raised to -3x. പക്ഷേ ചെറിയൊരു മിസ്റ്റേക്ക് ഉള്ളത്, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ നോക്കൂ, e raised to -3x ഉണ്ടല്ലേ? e raised to -3x. Here we have also e raised to -3x. Look at here. Actually it is c e raised to -3x. It is c1 e raised to -3x. So both are same. ഇവിടെ കോൺസ്റ്റന്റ് ഒന്ന് C1 ഒന്ന് C. ആ ഒരു ഡിഫറൻറ്റ് മാത്രമേ ഉള്ളൂ. ആക്ച്വലി ദീസ് ടു സൊല്യൂഷൻസ് ആർ സെയിം. നമുക്കപ്പോൾ എന്ത് ചെയ്യണം? ഒരു ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ കാണണം. ഈ YP എന്ന് പറഞ്ഞാൽ എപ്പോഴും YHുമായിട്ട് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. പക്ഷെ ഇവിടെ നോക്കൂ, രണ്ടും സെയിം ആണ്. അപ്പോൾ നമുക്ക് YP എന്തെടുക്കാൻ പാടില്ല? ഇതെടുക്കാൻ പാടില്ല. കാരണം YHൽ ഈ സെയിം സൊല്യൂഷൻ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് YP ഇത് ചൂസ് ചെയ്യാൻ പാടില്ല. സോ YP വി കനോട്ട് ചൂസ് ദിസ്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആക്കാൻ വേണ്ടി x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അതല്ല നമ്മളിവിടെയൊക്കെ ചെയ്തത്, ഒരു x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. YP എന്തെടുക്കും? YP. സോ ലെറ്റ് YP ഈക്വൽ ടു C x e raised to -3x. അതെടുക്കും. അപ്പോൾ അതെടുക്കുമ്പോൾ അവിടെയും പ്രശ്നമുണ്ട്. എന്താണ്? YHൽ എന്ത് വരുന്നുണ്ട്? കണ്ടോ? YHലും x e raised to -3x ഉണ്ട്. ഇവിടെ C2 ആണ്, ഇവിടെ C ആണ്. x e raised to -3x. സോ റിപ്പീറ്റഡ് അല്ലേ? സോ ഇതും എന്തല്ല? ലീനിയർലി ഇൻഡിപെൻഡൻ്റ് അല്ല. കാരണം ഇവിടെയും x e raised to -3x ആണ്, ഇവിടെയും x e raised to -3x ആണ്. അപ്പോൾ ഇതും എടുക്കാൻ പാടില്ല. കാരണം എന്താണ്? ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ ആയിട്ട് എടുക്കണം YP. YHും YPയും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. പക്ഷെ ഇവിടെ x e raised to -3x ഉണ്ട്, e raised to -3x ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും എടുക്കാൻ പാടില്ല. സോ വീണ്ടും എന്ത് ചെയ്യണം? x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ നമുക്ക് x² e raised to -3x x² e raised to -3x. സോ ഇത് കുഴപ്പമില്ല, കാരണം x² e raised to -3x ഇവിടെ നമുക്ക് ചെയ്തതിൽ ഇവിടെ എന്തില്ല? x² raised to -3x ഇല്ല. സോ YPX എന്താ? YPX ഈക്വൽ ടു C x² e raised to -3x. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ഈ YP സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? YP ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണണം, സെക്കൻഡ് ഡെറിവേറ്റീവ് ഒക്കെ കാണണം YPയുടെ.
സോ വൈ പി ഡാഷ് എന്ന് പറഞ്ഞാൽ സി കോൺസ്റ്റന്റ് ഞാൻ പുറത്ത് എഴുതി സീന്. ഫസ്റ്റ് ഫംഗ്ഷൻ ഡിഫറൻഷ്യൽ ഓഫ് സെക്കൻഡ് പ്ലസ് ഡിഫറൻഷ്യൽ ഓഫ് ഫസ്റ്റ് ഇൻറ്റു സെക്കൻഡ്. ഫസ്റ്റ് ഫംഗ്ഷൻ ഡിഫറൻഷ്യൽ ഓഫ് സെക്കൻഡ്, ഡിഫറൻഷ്യൽ ഓഫ് ഫസ്റ്റ് ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ. സോ ഞാൻ സീന് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാണ്. സോ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തു. സോ അപ്പോൾ നമുക്ക് വൈ പി ഡാഷ് കിട്ടി. ഇത് പ്രൊഡക്റ്റ് റൂൾ ആട്ടോ വൈ പി ഡാഷിന്റെ. കാരണം പ്രൊഡക്റ്റ് റൂൾ ഉപയോഗിക്കും. കാരണം എന്താ, ഇവിടെ എക്സ് സ്ക്വയർ ഉണ്ട്, ഇ റൈസ് ടു മൈനസ് 3x ഉണ്ട്. രണ്ടും ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ്. അപ്പോൾ രണ്ട് ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് വന്നു കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് റൂൾ ഉപയോഗിക്കണം. സോ പ്രൊഡക്റ്റ് റൂൾ ഉപയോഗിച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്താണിത്. സോ കിട്ടുന്ന ആൻസർ -3c എക്സ് സ്ക്വയർ ഇ റൈസ് ടു മൈനസ് 3x പ്ലസ് 2c എക്സ് ഇ റൈസ് ടു മൈനസ് 3x. കഴിഞ്ഞിട്ടില്ല, വൈ ഡബിൾ ഡാഷ് ഉണ്ട് ഇവിടെ. ക്വസ്റ്റ്യനിൽ വൈ ഡബിൾ ഡാഷ് ഉണ്ട്. അപ്പോൾ വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യണം. സോ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, പ്രൊഡക്റ്റ് റൂൾ ഉപയോഗിക്കേണ്ടില്ല, വീണ്ടും പ്രൊഡക്റ്റ് റൂൾ. കാരണം ഇവിടെ പ്രൊഡക്റ്റ് റൂൾ വരും. എക്സ് സ്ക്വയർ ഇ റൈസ് ടു മൈനസ് 3x ഫംഗ്ഷൻ ഓഫ് എക്സ്, ഫംഗ്ഷൻ ഓഫ് എക്സ്. സോ ഇവിടെ ഒരു പ്രൊഡക്റ്റ് റൂൾ വരും. ഇവിടെ എക്സ് ഇ റൈസ് ടു മൈനസ് 3x, ഇവിടെയും പ്രൊഡക്റ്റ് റൂൾ വരും. സോ രണ്ട് പ്രൊഡക്റ്റ് റൂൾ വരും. സോ ഞാൻ ഫസ്റ്റ് പ്രൊഡക്റ്റ് റൂളിന് വേണ്ടി -3c എന്നുള്ള പുറത്ത് കൊടുത്തു. എന്നിട്ട് ഇവിടെ പ്രൊഡക്റ്റ് റൂൾ ഉപയോഗിച്ചു. സോ ഫസ്റ്റ് ഫംഗ്ഷൻ ഡിഫറൻഷ്യൽ ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഡിഫറൻഷ്യൽ ഓഫ് ഫസ്റ്റ് പ്ലസ് പ്ലസ് 2c പുറത്തേക്ക് എടുത്തു. 2c ഇവരുടെ പ്രൊഡക്റ്റ് റൂൾ ഉപയോഗിച്ചു. ഫസ്റ്റ് ഫംഗ്ഷൻ ഡിഫറൻഷ്യൽ ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഡിഫറൻഷ്യൽ ഓഫ് ഫസ്റ്റ്. ഇനി എന്ത് ചെയ്യാം, ഞാൻ ഈ 3c ഒക്കെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് 2c ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാണ്. സോ ശ്രദ്ധിക്കും, നോക്കൂ, ഇവിടെ എക്സ് സ്ക്വയറിന്റെ ടൈം എന്താ, -3c എക്സ് സ്ക്വയർ മൈനസ് 3 ഇ റൈസ് ടു മൈനസ് 3x. അതുപോലെ ഇവിടെ എന്ത് വരും, -3c 2x മൈനസ് ഇ റൈസ് ടു മൈനസ് 3x. ഇവിടെ 2c എക്സ് മൈനസ് 3 ഇ റൈസ് ടു മൈനസ് 3x പ്ലസ് ഇ റൈസ് ടു മൈനസ് 3x. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ആഡ് ചെയ്യാം അല്ലേ. ഇവിടെ കണ്ടോ, -3c മൈനസ് 3 എന്ന് പറഞ്ഞാൽ മൈനസ് മൈനസ് പ്ലസ് 9 എന്ന് വരും. -3 മൈനസ് 3 മൈനസ് 3 പ്ലസ് 9. സോ 9c എക്സ് സ്ക്വയർ, 9c എക്സ് സ്ക്വയർ ഇ റൈസ് ടു മൈനസ് 3x. ഇനി ഇവിടെ നോക്കൂ, ഇവിടെ -3 ഇൻറ്റു 2 ദാറ്റ് ഇസ് -6 -6x ഇ റൈസ് ടു മൈനസ് 3x. അതേ ടേം ഇവിടെ ഉണ്ട് കണ്ടോ, 2c ഇൻറ്റു -3 ദാറ്റ് ഇസ് -6c എക്സ് ഇ റൈസ് ടു മൈനസ് 3x. അപ്പോൾ എക്സ് ഇ റൈസ് ടു മൈനസ് 3xന്റെ ടേം ഇവിടെയുണ്ട്, എക്സ് ഇ റൈസ് ടു മൈനസ് 3xന്റെ ടേം ഇവിടെയുണ്ട്. സോ അവർ തമ്മിൽ ആഡ് ചെയ്താൽ -12c എക്സ് ഇ റൈസ് ടു മൈനസ് 3x. പിന്നെ അടുത്ത ടേം എക്സും എക്സ് സ്ക്വയറും ഇല്ലാത്ത ടേം, കോൺസ്റ്റന്റ് മാത്രമുള്ളത്, ഇ റൈസ് ടു മൈനസ് 3x. സോ 2c ഇ റൈസ് ടു മൈനസ് 3x. സോ ഇതാണ് വൈ പി ഡബിൾ ഡാഷ്. കഴിഞ്ഞിട്ടില്ല, എന്ത് ചെയ്യണം, ഇനി ഈ വൈ പി ഡബിൾ ഡാഷും വൈ പിയും നമ്മുടെ ഗിവൺ ക്വസ്റ്റ്യൻ, ഇതാണ് ക്വസ്റ്റ്യൻ, ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ ബൈ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ആദ്യം വൈ പി ഡബിൾ ഡാഷ് എഴുതി. സോ ഈ പ്ലസ് വരെ ഉള്ളതാണ് വൈ പി ഡബിൾ ഡാഷ്. ഇതാണ് വൈ പി ഡബിൾ ഡാഷ് ഓഫ് എക്സ് പ്ലസ് 6y ഡാഷ് പ്ലസ് 9y ഈക്വൽ ടു r ഓഫ് എക്സ് 5 ഇ റൈസ് ടു മൈനസ് 3x. സോ ഇവിടെ നോക്കൂ, 9c എക്സ് സ്ക്വയർ ഇ റൈസ് ടു മൈനസ് 3x, 9c എക്സ് സ്ക്വയർ ഇ റൈസ് ടു മൈനസ് 3x, 9c കോഎഫിഷ്യന്റ്. അതേപോലെ ഇവിടെ ഉണ്ട് കേട്ടോ, എക്സ് സ്ക്വയർ ഇ റൈസ് ടു മൈനസ് 3x. അതിന്റെ കോഎഫിഷ്യന്റ് എന്താണ്, -3 ഇൻറ്റു 6 ദാറ്റ് ഈസ് -18. അല്ലെ, ഇവിടെ നമുക്ക് 9c, അല്ലെ ഇവിടെ നമുക്ക് 9c, ഇവിടെ -3 ഇൻറ്റു 6 കാരണം -18c. ഇനി എക്സ് സ്ക്വയർ ഇ റൈസ് ടു മൈനസ് 3x എവിടെ ഉള്ളത്, ഇത് ഇവിടെ ഉണ്ട്, എക്സ് സ്ക്വയർ ഇ റൈസ് ടു മൈനസ് 3x കണ്ടോ, അവിടെ എന്താ ഉള്ളത്, +9c. സോ എന്ത് വരും, 9c മൈനസ് 18c പ്ലസ് 9c 0 വരും. So next look at here, it is -12 x e raised to minus 3x in the coefficient, x e raised to minus 3x. Here
minus 12c. So minus 12c. Here is also x e raised to minus 3x, x e raised to minus 3x. So the coefficient is 6 into 2c. So 6 into 2c equal to 6 into 2c. 6 into 2c, that is 12c. So minus 12c plus 12c again equal to 0. So at last, e raised to minus 3x. Here we have 2c e raised to minus 3x. And so there are 2c raised to minus 3x. So we have, so x square e raised to minus 3x into coefficients add up 0. So 0 plus next x e raised to minus 3x into coefficients add up 0. So 0. Remaining portion is 2c e raised to minus 3x. So 2c e raised to minus 3x. Right side r of x. What is r of x? 5 e raised to minus 3x. So that is 2c equal to 5. 2c equal to 5. So here that is 2c equal to 5. So c equal to 5 by 2. C equal to 5 by 2. So yp of x in the so yp of x equal to, so this is yp of x. Yp of x equal to 5 by 2 x square e raised to minus 3x. So our general solution, what is general solution? YH of x plus yp of x. So the general solution is y of x equal to c1 e raised to minus 3x plus c2 x e raised to minus 3x plus 5 by 2 x square e raised to minus 3x. This is the general solution. Okay. So next we are going to another question. So this is a question. Initial value problem. Initial value problem. And also non-homogeneous. So y double dash plus y equal to 0.001 x square. Y of 0 equal to 0. Y dash of 0 equal to 1.5. So it is an initial value problem. So we can C1, C2 and constant. Initial value C1 day, C2 day value. So before that, we want to find the general solution. So initial value differential equation general solution e raised to x polynomial. Look at here, a constant into x raised to n. This is in the form x raised to n. It's a polynomial. Polynomial. So we general solution yh of x plus yp of x. So question, y double dash plus y equal to 0.001 x square. Equation number 1. Then the general solution is y of x equal to yh of x plus yp of x. So first of all, we want to find yh of x. How we can find yh of x? We want to find the corresponding homogeneous differential equation. Then find the auxiliary equation. Then solve it. So in this question, the corresponding homogeneous differential equation is y double dash plus y equal to 0. Then we will get the auxiliary equation. What is auxiliary equation? That is lambda square. Here there is no y dash, only y double dash is here. So in the terms of y double dash we get lambda square. So y double dash lambda square plus y, that is constant. Here is there is no y dash. So there is no in terms of y. Okay, did you get me? So y double dash plus y equal to 0. Then the corresponding auxiliary equation is lambda square plus 1 is equal to 0. Then by solving this auxiliary equation, we will get lambda equal to plus or minus I, a complex root. Complex root എന്തായിരിക്കും ആൻസർ നമ്മുടെ സൈനിലും കോസിലും അല്ലെങ്കിൽ കോസിലും സൈനിലും ആയിരിക്കും ആൻസർ വരിക. So yh of x equal to, so this is yh of x. Here is plus or minus I. It means 0 plus or minus I. So e raised to 0x
a cos 1x plus b sin 1x. So this is yh of x. So next we want to find yp of x. yp of x. So for that, here what is r of x? R of x equal to 0.001 x square. That is a polynomial. That is a polynomial. So ഒരു പോളിനോമിയലിന്റെ ജനറൽ ഫോമാണ് yp of x എഴുതേണ്ടത്. ഇവിടെ സെക്കൻഡ് ഓർഡർ പോളിനോമിയലാണ്, ക്വാഡ്രാറ്റിക്. സെക്കൻഡ് ഓർഡർ പോളിനോമിയലിന്റെ ജനറൽ ഫോം എങ്ങനെയാണ്? k2x² പ്ലസ് എ കോൺസ്റ്റന്റ് x പ്ലസ് k0. എക്സ് സ്ക്വയറിന്റെ ടേം, എക്സിന്റെ ടേം, കോൺസ്റ്റന്റ് ടേം. ഇതാണ് ഒരു സെക്കൻഡ് ഓർഡർ പോളിനോമിയൽ ജനറൽ ഫോം. ഇനി ഇവിടെ x⁻³ ആയിരുന്നെങ്കിലോ? അപ്പോൾ k3x³ പ്ലസ് k2x² പ്ലസ് k1x പ്ലസ് k0 വരും. അപ്പോൾ പോളിനോമിയൽ അനുസരിച്ച് അതിന്റെ ജനറൽ ഫോം ആണ് yp of x വരുന്നത്. സോ ഇവിടെ r of x എന്ന് പറഞ്ഞാൽ 0.001 x². അപ്പോൾ yp of x എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് വരും? x² ജനറൽ ഫോം ഓഫ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, സോ കോൾഡ് yp of x. ഇനി നമുക്ക് നേരത്തെ ക്വസ്റ്റ്യൻ ഇതുപോലെ തന്നെ yp of x ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ yp ഡബിൾ ഡാഷ് കാണണം, ypയോടെ ആഡ് ചെയ്യണം. ക്വസ്റ്റ്യൻ എവിടെ? ദിസ് ഈസ് ക്വസ്റ്റ്യൻ. സോ yp ഡബിൾ ഡാഷ് കാണണം, yp കാണണം, ആഡ് ചെയ്യണം, ഇതുമായിട്ട് ഇക്വേറ്റ് ചെയ്യണം. എന്നിട്ട് നമുക്ക് k2ന്റെയും k1ന്റെയും k0ന്റെയും വാല്യൂ കാണണം. k2ന്റെയും k1ന്റെയും k0ന്റെയും വാല്യൂ കാണണം. So first of all we want to find yp double dash. So yp double dash കാണണേ ആദ്യം yp dash കാണണം. So yp dash equal to k2x². k2 കോൺസ്റ്റന്റ് ആണ്, x² ഡിഫറൻഷ്യൽ 2x. So 2k2x എന്ന് വരും. പ്ലസ് k1 കോൺസ്റ്റന്റ് ആണ്, k1xന്റെ ഡിഫറൻഷ്യൽ k1xന്റെ k1 എന്ന് വരും. k0 കോൺസ്റ്റന്റ്, k0ന്റെ ഡിഫറൻഷ്യൽ 0 എന്ന് വരും. So this is the first differential. So what is second differential? 2 constant, k2 constant. So 2k2x എന്ന് പറഞ്ഞാൽ 2k2 വരും. k1 കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അതിന്റെ ഡിഫറൻഷ്യൽ 0 എന്ന് വരും. സോ ഇപ്പോൾ കിട്ടിയ yp ഡബിൾ ഡാഷ് എന്ത് ചെയ്യണം? ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. yp ഡബിൾ ഡാഷ് പ്ലസ് yp ഈക്വൽ ടു ദിസ് വൺ. So that is by substituting we get this is yp double dash plus y equal to r of x. സോ ഞാനതൊന്ന് ലെഫ്റ്റ് സൈഡിൽ ഞാനൊന്ന് ഓർഡർ ചെയ്യുമ്പോൾ ഇവിടെ ഫസ്റ്റ് x² ടേം, പിന്നെ എക്സിൻ്റെ ടേം, പിന്നെ കോൺസ്റ്റന്റ്. കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ 2k2 പ്ലസ് k0. സോ ദാറ്റ് ഈസ് ഫസ്റ്റ് x² ടേം, ദാറ്റ് ഈസ് k2x² പ്ലസ് k1x പ്ലസ് കോൺസ്റ്റന്റ് ഈക്വൽ ടു 0.001 x². നമ്മൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ LHSഉം RHSഉം റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് ഈക്വൽ ആയിരിക്കും. സോ ഇവിടെ റൈറ്റ് സൈഡിൽ x² ടേം മാത്രമേ ഉള്ളൂ അല്ലേ? റൈറ്റ് സൈഡിൽ എക്സിന്റെ ടേം ഇല്ല, കോൺസ്റ്റന്റ് ടേം ഇല്ല, x² ടേം മാത്രമേ ഉള്ളൂ. സോ നമുക്ക് ലെഫ്റ്റ് ടു റൈറ്റ് ടു ഇക്വേറ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് ക്ലിയർ ആയി മനസ്സിലാവും k2 ഈക്വൽ ടു 0.001. കാരണം ഇവിടെ x²ന്റെ കോഎഫിഷ്യന്റ് k2 ആണ്, ഇവിടെ x²ന്റെ കോഎഫിഷ്യന്റ് 0.001 ആണ്. സോ we can easily say that k2 is equal to 0.001. അതുപോലെ k1 എന്താ? ഇവിടെ റൈറ്റ് സൈഡിൽ എക്സിന്റെ ടേം ഇല്ല എന്ന് പറഞ്ഞാൽ 0. ഇവിടെ എക്സിന്റെ കോഎഫിഷ്യന്റ് k1, സോ k1 ഈക്വൽ ടു 0. അതുപോലെ ഇവിടെ കോൺസ്റ്റന്റ് ടേം ഇല്ല, പക്ഷെ ഇവിടെ കോൺസ്റ്റന്റ് ആരാണ്? 2k2 പ്ലസ് k0. അപ്പോൾ 2k2 പ്ലസ് k0 0 ആയിരിക്കും. സോ അങ്ങനെ നമുക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ k2 വാല്യൂ കിട്ടും, k1 0 കിട്ടും, 2k2 പ്ലസ് k0 0 എന്ന് കിട്ടും. ഇവിടുന്ന് k0ന്റെ വാല്യൂ കാണാം, ലൈക്ക് 2k2 ഈക്വൽ k പ്ലസ് k0 ഈക്വൽ 0. അപ്പോൾ k0 എന്ന് പറഞ്ഞാൽ മൈനസ് 2k2. k2 നമുക്കറിയാം 0.001. സോ മൈനസ് 2 ഇൻറ്റു 0.001 k0. സോ വിൽ ഗെറ്റ് k0 ഈക്വൽ ടു മൈനസ് 0.002. yp of x എന്ത് വരും? yp of x എന്ന് പറഞ്ഞാൽ k2x² പ്ലസ് k1x. പക്ഷേ k1 0 ആണ്, അപ്പോൾ k1 ഇവിടെ വരില്ല. പ്ലസ് k0 എന്ന് പറഞ്ഞാൽ മൈനസ് 0.002. സോ ദിസ് ഈസ് yp of x. അപ്പോൾ ജനറൽ സൊല്യൂഷൻ വരും. ജനറൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ yh of x പ്ലസ് yp of x ആണ്. സോ ദിസ് ഈസ് ദി ജനറൽ സൊല്യൂഷൻ y of x. a cos x പ്ലസ് b sin x പ്ലസ് 0.001 x² മൈനസ് 0.002.
പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യനിൽ രണ്ട് ഇനീഷ്യൽ വാല്യൂസ് ഉണ്ടായിരുന്നില്ല. എന്തൊക്കെയായിരുന്നു അത്? These are the initial conditions: y of 0 equal to 0 and y dash of 0 equal to 1.5. So by using these two initial values, we want to find a and b. So first I am going to use this first condition, y of 0 equal to 0. So this is the first condition, y of 0 equal to 0. That means when x equal to 0, y is also equal to 0. So putting x equal to 0, a cos 0 plus b sin 0 plus 0.001 into 0 square minus 0.002 equal to 0. So what is cos 0? Cos 0 equal to 1. So that is a. Cos 0 equal to 1. Plus what is sin 0? Sin 0 is equal to 0. And also here 0.001 into 0 is equal to 0. So here minus 0.002. So minus 0.002 equal to 0. So from this equation we can find a. What is a? So that is a equal to 0.002. So this is a. So by using the next initial value, we want to find the value b. So for that, here y dash of 0 equal to 1.5. So we want to differentiate first y dash x. We want to differentiate y of x, then put x equal to 0. So first of all, we want to differentiate y of x, then put x equal to 0. So by differentiating, we will get, so this is y dash x, a constant. Differential of cos is minus sin x, plus b constant, differential of sin is cos x, plus x square differential 2x, 0.001 constant, x square differential 2x, and here minus 0.002 constant, differential of a constant is again 0. So y dash x minus a sin x plus b cos x plus 0.002x. So the condition പറയുന്നത് y dash of 0 equal to 1.5. So condition പറയുന്നത്, so our condition പറയുന്നത് y dash of 0 equal to 1.5. So x ന് പകരം 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ sin 0 0 എന്ന് വരും. So minus a into 0. cos 0 1 ആണ്. So b into 1. അതേപോലെ ഇവിടെ x ന് 0 കൊടുത്താൽ ഈ ടേം കംപ്ലീറ്റ് 0 ആയി പോകും. So minus a into 0 plus b into 1 equal to 1.5. So a into 0 എന്ന് പറഞ്ഞാൽ 0 ആണ്. So b is equal to 1.5. അപ്പോൾ a ന്റെ വാല്യൂ കിട്ടി, b ന്റെ വാല്യൂ കിട്ടി. അപ്പോൾ നമ്മുടെ ജനറൽ സൊല്യൂഷൻ എന്തായിട്ട് മാറും? y of x equal to, so then this is the final answer, a cos x, that means 0.002 cos x, plus b sin x, that is 1.5 sin x, plus 0.001 x square minus 0.002. So this is the final answer of the given non-homogeneous second order ordinary differential equation.